നിങ്ങൾ ആരെങ്കിലുമൊക്കെ വാട്സപ്പ് കോൾ ചെയ്യാണ്. വാട്സപ്പ് കോൾ ചെയ്യുന്ന സമയത്ത് ഈ വാട്സപ്പ് കോൾ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യണോ? വഴിയുണ്ട്. ക്യൂബ് ACR എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, പെർമിഷൻ മൊത്തം കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വാട്സപ്പിൽ കോൾ വരുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കലി എനേബിൾ ആവും. നിങ്ങൾ വാട്സപ്പിൽ നോർമലി കോൾ എടുത്ത് സംസാരിക്കുക. വാട്സപ്പിൽ അവർ സംസാരിക്കുന്നതും അതുപോലെ തന്നെ നിങ്ങൾ സംസാരിക്കുന്നതും കിട്ടും. ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കോൾ വരുന്ന സമയത്ത് തന്നെ മൈക്രോഫോൺ റെക്കോർഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങളിവിടെ പറയുന്നതും നിങ്ങളുടെ ചുറ്റുപാടും പറയുന്നതെല്ലാം ഭയങ്കരമായിട്ട് കേൾക്കും. അതാണ് വേറൊരു ഡ്രോബാക്കായിട്ട് പറയാനുള്ളത്. പക്ഷേ സാധനം സാധനം റെക്കോർഡ് ചെയ്തെടുക്കാൻ പറ്റും, എന്നിട്ട് എയറിലാക്കാം. SD Made SE എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്. ഈ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് കിടക്കുന്ന വേസ്റ്റുകളും നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് ആവശ്യമില്ലാതെ കിടക്കുന്ന സാധനങ്ങളും ബാക്ക്ഗ്രൗണ്ട് ഡേറ്റയും എല്ലാം കാറ്റഗറൈസ് ചെയ്ത് കറക്റ്റായിട്ട് എടുത്തു തരും. നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് സ്റ്റോറേജ് ഇല്ലയെന്ന് വയ്ക്കും. നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാതെ APK ആയിട്ട് കിടപ്പുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ബാക്ക്ഗ്രൗണ്ട് ഡേറ്റയും അല്ലെങ്കിൽ അതേപോലത്തെ ഡേറ്റാസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആപ്പ് എല്ലാം ക്ലീൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് ഒളിഞ്ഞു കിടക്കുന്ന വലിയ വലിയ ഡേറ്റാസ് എല്ലാം കണ്ടുപിടിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. കൊമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട്. ഈ ആപ്പ് എന്താണെന്നറിയാമോ? നിങ്ങൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കുറച്ച് മോഡ്യൂൾസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. മോഡ്യൂൾസ് എന്ന് പറയുന്ന സമയത്ത് കുറച്ച് നിങ്ങളുടെ ഫോൺ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്നതും നിങ്ങളുടെ സ്മാർട്ട് ഫോണിനെ കുറച്ചുകൂടി സ്മാർട്ടാക്കാൻ പറ്റിയ കുറേ സംഭവങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ബെറ്റർ റൊട്ടേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ആംബിയൻ ഡിസ്പ്ലേ, ആപ്പ് ലോക്കർ, ബെറ്റർ റൊട്ടേഷൻ, കഫെയിൻ, കോമിറ്റ് സിങ്ക്, അതുപോലെ തന്നെ ഡാർക്കർ ബ്രൈറ്റ്നസ്, ഇങ്ങനെ കുറേ സാധനങ്ങൾ. ഇതെന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ആപ്പ് ഓപ്പൺ ആക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനും, അതായത് നിങ്ങളുടെ ഫോൺ ഇങ്ങനെ ലാൻഡ്സ്കേപ്പിൽ വെക്കുന്ന സമയത്ത് ലാൻഡ്സ്കേപ്പ് ആവാത്ത ആപ്ലിക്കേഷനും റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബെറ്റർ റൊട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മോഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആംബിയൻ ഡിസ്പ്ലേ ഇല്ലാത്ത ഫോണിൽ ആംബിയൻ ഡിസ്പ്ലേ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക, എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ ആപ്പ് ലോക്കർ ഉണ്ട്. നിങ്ങളുടെ ഫോണിൻ്റെ ബ്രൈറ്റ്നസ് ഏറ്റവും നന്നായിട്ട് കുറച്ച് ഭയങ്കര കുറഞ്ഞ ബ്രൈറ്റ്നസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡാർക്കർ ബ്രൈറ്റ്നസ് എന്ന് പറഞ്ഞിട്ടൊരു മോഡ്യൂളുണ്ട്. നിങ്ങൾ കുറച്ച് പണിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിനെ സൂപ്പർ സ്മാർട്ടാക്കാനായിട്ട് പറ്റും. ട്രസ്റ്റ് മീ, അത്രയ്ക്കും സ്മാർട്ടാക്കാനായിട്ട് പറ്റും. കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫോണൊന്ന് ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുക്കും, ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ ഓൺ ആവും, ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലാഷ് ഓൺ ആവും. ഇങ്ങനത്തെ പല സാധനങ്ങളും ഈ ഒരു ഒറ്റ ആപ്പിൽ ഫിക്സ് ചെയ്യാൻ പറ്റും. ChatGPT എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം അറിയാമല്ലോ എല്ലാവർക്കും. ഒരു AI പ്ലാറ്റ്ഫോമാണ്. അവിടെ നിങ്ങൾ ആ AI എടുത്ത് എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറഞ്ഞാൽ റൈറ്റ് മീ എ ഇൻവോയ്സ്, അല്ലെങ്കിൽ റൈറ്റ് മീ എ ബയോഗ്രഫി, അല്ലെങ്കിൽ ടെൽ മീ എ സ്റ്റോറി, ക്രിയേറ്റ് എ സ്ക്രിപ്റ്റ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓട്ടോമേറ്റ് ചെയ്ത് നിങ്ങൾക്ക് അതെല്ലാം ചെയ്തു തരും. ഇതേ സാധനം നിങ്ങളുടെ കീബോർഡിൽ കൊണ്ടുവന്നാലോ, നിങ്ങളുടെ ഫോണിൻ്റെ കീബോർഡിൽ സ്മാർട്ട് ടൈപ്പർ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. ഈ ആപ്പ് എനേബിൾ ചെയ്തതിന് ശേഷം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനകത്ത് ഒരു OpenAI കീ ക്രിയേറ്റ് ചെയ്യണം. ഈ കീ എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ ആപ്പ് ഓപ്പൺ ആക്കുന്ന സമയത്ത് അവിടെ ഒരു ലിങ്ക് കാണാൻ പറ്റും. ആ ലിങ്കിലേക്ക് കയറിയതിന് ശേഷം നിങ്ങളുടെ ഇമെയിൽ ID വെച്ചിട്ട് ChatGPT ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം 3 ഡോട്ട് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് API എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം വരും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു API എന്ന് പറഞ്ഞിട്ടൊരു കോഡ് അല്ലെങ്കിൽ കുറേ ലെറ്റേഴ്സ് വരും. ആ സാധനത്തിനെ കോപ്പി ചെയ്ത് സേവ് ചെയ്ത് വെച്ചിരിക്കുക. ആ കോപ്പി ചെയ്ത സാധനത്തിന് എന്താ ചെയ്യേണ്ടത്? നമ്മുടെ സ്മാർട്ട് ടൈപ്പർ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ അവിടെ പേസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ഭാഗം വരും. അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക, സേവ് കൊടുക്കുക, ഡൺ. പിന്നീട് നിങ്ങൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത്, ഒരാൾക്ക് ചാറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് AI-നെ വെച്ച് ചാറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. അതായത് നിങ്ങൾ ചാറ്റ് ചെയ്യുക, അവിടെ തന്നെ നിങ്ങൾക്ക് റൈറ്റ് മീ അബൌട്ട് മൈ സെൽഫ് എന്നോ, അല്ലെങ്കിൽ റൈറ്റ് മീ എ പോയം അബൌട്ട് മൈ സെൽഫ് എന്നോ, അല്ലെങ്കിൽ റൈറ്റ് മീ എ പോയം എന്നോ, റൈറ്റ് മീ എ ഷോർട്ട് സ്റ്റോറി എന്നോ എന്ത് വേണോ പറഞ്ഞിട്ട് ചാറ്റിൻ്റെ ഇടയിൽ കുറച്ചുകൂടി എൻഗേജിങ് ആയിട്ട് നിങ്ങളുടെ ചാറ്റ് കൊണ്ടുപോകാൻ പറ്റും. ചുമ്മാ ചാറ്റ് ചെയ്യലല്ല, നിങ്ങൾക്ക് AI-നെ വെച്ച് നിങ്ങൾക്കിനി വാട്സപ്പിലൊക്കെ ചാറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത് ഒരു ആപ്പല്ല, ഒരു ഗെയിമാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന കുരുപ്പുകൾ എവിടെ നിന്നോ തപ്പി എടുത്തുകൊണ്ട് വന്നതാണ്. അവർ പറയുന്നത് നമ്മുടെ ഈ ആപ്പ് സീരീസിൽ ഈ ഗെയിം ട്രൈ ചെയ്യണമെന്നാണ്. ഈ ഗെയിമിനെ കുറിച്ച് ഞാൻ ഒരു വാക്ക് പറയൂല. ലോങ് ഡ്രോപ്പ് എന്നാണ് ഈ ഗെയിമിൻ്റെ പേര്. അതായത് ഗെയിം ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇതിൻ്റെ മെയിൻ തീം അതായത് നമ്മളിങ്ങനെ ഇതിൻ്റെ അകത്തുകൂടി ചാടി ആ വെള്ളത്തിൽ തന്നെ കറക്റ്റായി പോയി വീഴണം. മനസ്സിലായ? ഫുൾ ഫിസിക്സിൻ്റെ കളിയാണേ.
അതായത് ഒരാളുടെ ബാക്കിൽ നിന്ന് സാധനം തെറിച്ച് വന്നിങ്ങനെ ഓക്കെ. ബെസ്റ്റ് ഗെയിം ഓഫ് ദി ഇയർ ആയിട്ട് ഞാൻ തിരഞ്ഞെടുക്കുന്നതാണ് ലോങ് ഡ്രോപ്പ്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ ഉള്ളിലുള്ള ഇമോഷൻസ് എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങളത് നോക്കുക. പിന്നെ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഒരു പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. നിങ്ങൾ ഇനി ഓൾ നോട്ടിഫിക്കേഷൻ, നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ഓൾ നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിനി ഭാഗ്യമായിരിക്കും അടുത്തൊരു വർഷം മൊത്തം. അടുത്ത വീഡിയോ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.